ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുന്നതിൽ വ്യോമയാന മേഖല പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ പുതിയ കാർഡുകൾ നൽകും. അതിർത്തിയിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇരട്ടി വേഗത്തിലാക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയായി. അന്തരിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൌതിക ശരീരം നാളെ ഡൽഹി AKG ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും ഡിവിഷനുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ചു. ബെൽജിയത്തിൽ തുടങ്ങുന്ന ഡയമണ്ട് ലീഗ് ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയും സ്റ്റീപ്പിൾ ചേസ് താരം അവിനാഷ് സാബലും മത്സരിക്കും. വാർത്തകൾ വിശദമായി. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുന്നതിൽ വ്യോമയാന മേഖല പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ സിവിൽ വ്യോമയാനം സംബന്ധിച്ച രണ്ടാമത്തെ ഏഷ്യ പസഫിക് മന്ത്രിതല സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. एविएशन के फ्यूचर को शेप करना हमारा शेयर्ड कमिटमेंट है. आप सभी के प्रयासों से दिल्ली डिक्लेरेशन आज हमारे सामने है. ये डिक्लेरेशन रीजनल कनेक्टिविटी, इनोवेशन और एविएशन में सस्टेनेबल ग्रोथ के हमारे संकल्प को आगे बढ़ाएगा. मुझे भरोसा कि हर पॉइंट पर तेजी से एक्शन होगा. ये डिक्लेरेशन को हम जमीन पर उतार पाएंगे और एक सामूहिक शक्ति से नई ऊंचाइयों को हम पार करेंगे. രാജ്യത്തെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ പുതുക്കിയ കാർഡുകൾ നൽകും. 70 വയസ്സോ അതിൽ കൂടുതലോ പ്രായമായവർക്ക് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം. ഇതിനായി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഒരാഴ്ചയ്ക്കുള്ളിൽ പദ്ധതി നിലവിൽ വരും. വരുമാനം കണക്കാക്കാതെ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയിരുന്നു. രാജ്യത്തെ 4.5 കോടി കുടുംബത്തിലുള്ള 6 കോടിയോളം മുതിർന്ന പൌരർക്ക് പദ്ധതിയുടെ ഗുണം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം റഷ്യൻ സേനയിൽ നിന്ന് 35 ഇന്ത്യക്കാരെ വിട്ടയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ഇനിയും ഏകദേശം 50 ഇന്ത്യക്കാർ റഷ്യൻ സേനയിലുണ്ടെന്നും എത്രയും വേഗം ഇവരെ മോചിപ്പിക്കാനുള്ള പരിശ്രമം തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇരട്ടി വേഗത്തിലാക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാലും ചൈനയുടെ സെൻട്രൽ ഫോറിൻ അഫയേഴ്സ് കമ്മീഷൻ വാങ് യിയും തമ്മിൽ റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടത്തിയ ചർച്ചകളിലാണ് തീരുമാനം. വിശദാംശങ്ങൾ. സുരക്ഷാ ചുമതല വഹിക്കുന്ന ബ്രിക്സ് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗത്തോടനുബന്ധിച്ചാണ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ പ്രത്യേക യോഗം ചേർന്നത്. ഉഭയകക്ഷി ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കാൻ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനം നിലനിർത്തുന്നതും യഥാർത്ഥ നിയന്ത്രണ രേഖയോടുള്ള ബഹുമാനം കാത്തുസൂക്ഷിക്കുന്നതും അനിവാര്യമാണെന്ന് കൂടിക്കാഴ്ചയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ അറിയിച്ചു. ഇന്ത്യ ചൈന ഉഭയകക്ഷി കരാറുകൾ, പ്രോട്ടോകോളുകൾ, ധാരണകൾ എന്നിവ ഇരുപക്ഷവും പൂർണ്ണമായും പാലിക്കണം. ഉഭയകക്ഷി ബന്ധം സുസ്ഥിരമാക്കുന്നതിനും പുനർനിർമ്മിക്കുന്നതിനുമുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് യഥാർത്ഥ നിയന്ത്രണ രേഖയിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾക്ക് എത്രയും വേഗം പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും യോഗം അവസരം നൽകിയതായും അജിത് ഡോവാൽ വ്യക്തമാക്കി. ആഗോള പ്രാദേശിക സാഹചര്യങ്ങളെക്കുറിച്ചും ഇരു രാജ്യങ്ങളും അഭിപ്രായങ്ങൾ പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ജമ്മുകശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം അവസാന ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ജമ്മു ഡിവിഷനിലെ ചെനാബ് താഴ്വര ഉന്നത നേതാക്കളുടെ സന്ദർശനങ്ങൾക്കായി ഒരുങ്ങുന്നു. ദോഡയിലെ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ റാലിയെ അഭിസംബോധന ചെയ്യും. ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ദോഡ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജമ്മുകശ്മീരിലെ മൂന്നാമത്തേതും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ വൈകിട്ട് പൂർത്തിയായി. മൂന്നാം ഘട്ടത്തിലേക്കുള്ള പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ വൈകിട്ട് പൂർത്തിയായി. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. ഈ മാസം 16 വരെ പത്രിക പിൻവലിക്കാം. 90-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ 5-ന് നടക്കും. അഗ്നിവീറായി വിരമിച്ചവർക്ക് പുതിയ ജോലികൾക്ക് വിവിധ ഇളവുകൾ അനുവദിച്ച് ഒഡീഷ സർക്കാർ. 10% സംവരണത്തിന് പുറമെ പ്രായപരിധിയിൽ 3 വർഷം ഇളവും അനുവദിച്ചു. ശാരീരിക പരിശോധനയിലും ഇളവ് നൽകും.
പ്രത്യേക സ്വച്ഛതാ ക്യാമ്പയിൻ 4.0യുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനായി കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഇന്ന് ഒരു സമർപ്പിത ഓൺലൈൻ പോർട്ടൽ പുറത്തിറക്കും. എല്ലാ വർഷവും ഒക്ടോബർ 2 മുതൽ 31 വരെയാണ് പ്രത്യേക പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇന്നലെ അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും സിപിഐഎം ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിയുടെ ഭൌതിക ശരീരം നാളെ രാവിലെ 11 മുതൽ വൈകുന്നേരം 3 മണിവരെ ഡൽഹി ഗോൾ മാർക്കറ്റിലെ എകെജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് കൈമാറും. എംബാം ചെയ്ത് എയിംസിൽ സൂക്ഷിക്കുന്ന മൃതദേഹം ഇന്ന് വൈകിട്ട് 6 മണിക്ക് വസന്ത് കുഞ്ചിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. യുഎന്നിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകുന്നതിനുള്ള പിന്തുണ ആവർത്തിച്ച് അമേരിക്ക. സ്ഥിരാംഗത്വം സംബന്ധിച്ച പൊതുസഭയിൽ വോട്ടെടുപ്പിനായി പ്രമേയം തയ്യാറാക്കുന്നതിനും യുഎൻ ചാർട്ടർ ഭേദഗതി ചെയ്യുന്നതിനും മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് യുഎന്നിലെ അമേരിക്കയുടെ സ്ഥിരാംഗമായ ലിൻഡ തോമസ് ഗ്രീൻഫീൽഡ് വ്യക്തമാക്കി. ജപ്പാൻ, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളുടെ സ്ഥിരാംഗത്വത്തിനും യുഎസ് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമല ഹാരിസിനൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംവാദത്തിൽ പങ്കെടുക്കില്ല എന്ന് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ്. എന്നാൽ സംവാദങ്ങൾ തുടരാൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നതായി കമല ഹാരിസ് പ്രതികരിച്ചു. സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും ഡിവിഷനുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ചു. ആകെ 3662 ഡിവിഷനാകും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലുമായി ഉണ്ടാകുക. 6 കോർപ്പറേഷനുകളിലായി 421 ഡിവിഷനുണ്ടാകും. 7 ഡിവിഷനാണ് വർദ്ധിച്ചത്. മൊത്തം 87 മുനിസിപ്പാലിറ്റിയിലെ ഡിവിഷനുകളുടെ എണ്ണം 3241 ആകും. ബെൽജിയത്തിൽ ആരംഭിക്കുന്ന ഡയമണ്ട് ലീഗ് ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയും സ്റ്റീപ്പിൾ ചേസ് താരം അവിനാഷ് സാബിളും മത്സരിക്കും. ഡയമണ്ട് ലീഗിന്റെ ഈ വർഷത്തെ അവസാന മത്സരമാണ് അലയൻസ് മെമ്മോറിയൽ വാൻഡാമിയിൽ നടക്കുന്നത്. അവിനാഷ് സാബ്ല ഇന്നും നീരജ് ചോപ്ര നാളെയുമാണ് മത്സരത്തിനിറങ്ങുക. കേരള സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് കണ്ണൂർ വാരിയേഴ്സ് എഫ്സി കൊച്ചി ഫോഴ്സ എഫ്സിയെ നേരിടും. കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30ക്കാണ് മത്സരം. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. മുംബൈ എഫ്സിയും മോഹൻ ബഗാനുമാണ് ആദ്യ മത്സരത്തിൽ കൊമ്പുകോർക്കുന്നത്. കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30ക്കാണ് മത്സരം. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഉത്തരാഖണ്ഡിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരളം വ്യവസായത്തിന് പറ്റിയ സ്ഥലമല്ല എന്ന തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണത്തെ തള്ളുന്നതാണ് ദേശീയതലത്തിൽ സംസ്ഥാനത്തിന് അടുത്തിടെ ലഭിച്ച 1ാം നമ്പർ പദവി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കാക്കനാട് കിൻഫ്ര പാർക്കിൽ ആരംഭിച്ച സ്വകാര്യ കമ്പനിയുടെ 2ാമത്തെ മെഡിക്കൽ ഉപകരണ നിർമ്മാണ യൂണിറ്റിന്റെ ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ടെയ്നർ ഭീമൻ MSC ക്ലോഡ് ഗ്രാർഡറ്റ് ഇന്ന് വിഴിഞ്ഞത്തെത്തും. രാജ്യത്ത് ഇതുവരെ അടുത്തതിൽ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലാണിത്. വലുപ്പത്തിൽ ലോകത്തെ 4ാം സ്ഥാനമാണ് കപ്പലിനുള്ളത്. ഓൺലൈൻ വിപണികളായ ആമസോണും ഫ്ലിപ്കാർട്ടും ചില വിൽപ്പനക്കാർക്ക് പ്രത്യേക മുൻഗണന നൽകുന്നതായി കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടെത്തി. കഴിഞ്ഞ മാസം CCI നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് ഇത് സംബന്ധിച്ച കണ്ടെത്തൽ. സെർച്ച് ഫലങ്ങളിൽ ചില വിൽപ്പനക്കാർക്ക് ഉയർന്ന റാങ്ക് നൽകുകയും മറ്റ് വിൽപ്പനക്കാരെ മാറ്റി നിർത്തുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. ചെന്നൈയിൽ നടക്കുന്ന ദക്ഷിണേഷ്യൻ ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ 2ാം ദിനമായ ഇന്നലെ ഇന്ത്യ 9 സ്വർണ്ണ മെഡൽ നേടി. ഡിസ്കസ് ത്രോയിൽ റെക്കോർഡോടെയാണ് നിഷ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണ്ണം നേടിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകത്ത് അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യയെ മാറ്റുന്നതിൽ വ്യോമയാന മേഖല പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്ത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കാൻ ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ പുതിയ കാർഡുകൾ നൽകും. അതിർത്തിയിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താനുള്ള ശ്രമങ്ങൾ ഇരട്ടി വേഗത്തിലാക്കാൻ ഇന്ത്യയും ചൈനയും ധാരണയായി. അന്തരിച്ച CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ഭൌതിക ശരീരം നാളെ ഡൽഹി എകെജി ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളിലെയും കോർപ്പറേഷനുകളിലെയും ഡിവിഷനുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ചു. ബെൽജിയത്തിൽ തുടങ്ങുന്ന ഡയമണ്ട് ലീഗ് ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യയുടെ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയും സ്റ്റീപ്പിൾ ചേസ് താരം അവിനാഷ് സാബിളും മത്സരിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.